അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, 0ക്കും 1ലുമായിട്ട് ഡിഫറൻസ് പറഞ്ഞില്ലേ. 0ക്കും 1ലും 0 1ലേക്ക് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് കയറി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വിജയിക്കാനുള്ള സാധ്യതകൾ ഫുൾ ആർക്കും, പരാജയപ്പെടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇത്തിരി വിജയിച്ചപ്പോൾ പിന്നെന്താ സംഭവിക്കും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും ആലോചിക്കുക, ആ ഒരു തിയറി മനസ്സിലാലോചിച്ചോ. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗോളിൽ നിന്ന് ഈ ഡിസ്ട്രാക്ഷൻ നിങ്ങളെ മാറ്റി വെക്കും. വെരി ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ഇങ്ങനെ ഈ കയറ്റി വെക്കൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു ഇത്തിരിയൊക്കെ കയറ്റാൻ പാടുള്ളൂ. ഇത് ഒരു സൈഡിൽ നിന്ന് റഫീഖ് സാർ അങ്ങോട്ട് അങ്ങ് എത്തിച്ചു, മറ്റേ അതിൻ്റെ മേലെ എത്തിച്ചു. സത്യത്തിൽ ആ പറഞ്ഞൊക്കെ ശരി തന്നെ കേട്ടോ, ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലേ? അല്ല സംഭവമാണ്. ഈ എസ്റ്റീം കുറയാൻ പാടില്ല. അതങ്ങനെ പറഞ്ഞെങ്കിലും സത്യത്തിൽ ഈ പറഞ്ഞ രണ്ടിനും ഇടയിലുണ്ടോ, അതായത് തീരെ മോശമൊന്നുമല്ല. എന്തൊക്കെയോ കുറച്ചൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ കയറി പോയിട്ടൊന്നുമില്ല. നീ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു ചായ കുടിക്കണം തോന്നിയിട്ട് ഞാൻ ഓപ്പോസിറ്റ് വനിതാ മെസ് എന്തോല്ലേ അവിടെ ചെന്നപ്പോൾ പൈസ കൊടുക്കാൻ നേരത്തെ ഒരു കഷണ്ടിയുള്ള ഒരാൾ ഇങ്ങനെ മുഖത്ത് നോക്കിയിരിക്കുന്നു. അവൾ ഓടി വന്ന് കൈ പിടിച്ചു. നിങ്ങൾ ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ ഏതൊരു സ്റ്റാഫാണ്. അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അല്ലേ, ഈ സൈഡാ എവിടെ സ്ഥിരം കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ കിട്ടുന്ന എനർജിയാണത്. അതായത് ഞാനത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറൗണ്ട് 2.9 million, മീൻസ് 2.1 ഇൻ യൂട്യൂബ്, ഒരു 6 lakh ഇൻ ഫേസ്ബുക്ക്, 1 something ഇൻ ഇൻസ്റ്റ, എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ ഒരു 3 million. മലയാളികളിൽ എത്ര സോഷ്യൽ മീഡിയ യൂസർ ഉണ്ടാവും ശരിക്കും? എല്ലാ മലയാളികൾക്കും നിങ്ങൾക്കൊക്കെ 2-3 അക്കൗണ്ടൊക്കെ ഉണ്ടാവുന്നതാണ്. ഇനി ഒരു അക്കൗണ്ട് കൂട്ടുകയാണെങ്കിൽ പോലും ഒരു 40 million ആവറേജ് ഉണ്ടാവില്ലേ? 40-50 million ആളുകളിൽ ഓൺലി 3 million എന്ന് പറഞ്ഞാൽ 5 to 10% ആളുകൾ ഇത് കണ്ടിട്ടുള്ളൂ, അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു 100-200 ആളുകൾ കാണുമ്പോൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ ദാറ്റ് ഇസ് ഇനഫ് ഫോർ മോർ ദാൻ ഇനഫ് എന്നുള്ളതാണ്. അത് പോട്ടെ, എൻ്റെ ചോദ്യത്തിലേക്ക് വന്നിട്ടില്ല. ഇതാണ് പ്രശ്നം. നമുക്ക് മൈക്ക് കിട്ടിയാൽ അധ്യാപകരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം, കം ടു ദ പോയിന്റ് എന്ന് പറയണേ. ഞാൻ വഴി വിട്ടുപോയാലും ഇനി അതല്ല ഇങ്ങനെ കേട്ടിരിക്കാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്കില്ലേജ് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം റഫീഖ് സാർ പറഞ്ഞ ആ പോയിന്റ് ഞാൻ പറയാൻ വിചാരിച്ചാണ്. ചിലത് അങ്ങനെയാണല്ലോ, ഈ ആദ്യം പ്രസംഗിക്കുന്നവർ നമ്മൾ പറയാമെന്ന് വിചാരിച്ചാൽ പറഞ്ഞു പോയാലേ നമുക്ക് സങ്കടവും. അതാണ് സത്യത്തിൽ. ഇന്നലെ ഞാനിപ്പോൾ 4 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഞാൻ എറണാകുളത്താണ് താമസം, വയനാട്ടുകാരനാണ്. ഞങ്ങൾ ഈ 3 പേര് ഇവിടെ ഇരുന്ന മറ്റേ ആളില്ലേ, ഞങ്ങളൊക്കെ ഈ വയനാടിൻ്റെ അഭിമാന വലിയ താരങ്ങളാണ്. എല്ലാവരും വയനാട്ടുകാരാണ്. നിങ്ങളിൽ കുറച്ച് പേരൊക്കെ വയനാട്ടുകാരുണ്ടാവും. നമുക്ക് ഈ രക്ഷപ്പെടാൻ വഴിയില്ലാതിരിക്കുമ്പോൾ ചാടി പുറത്ത് ചാടുന്ന ആൾക്കാരാണ്. അങ്ങനെ വയനാട്ടിൽ നിന്ന് ഇദ്ദേഹം മലപ്പുറത്തേക്ക് വരുന്നു, ഞാൻ കൊച്ചിയിലേക്ക് പോന്നു. അപ്പോൾ എറണാകുളത്താണ് താമസം. ഒരു 3-4 ദിവസമായിട്ട് പല പ്രോഗ്രാമായിട്ട് ഇറങ്ങിയാണ്. ഇന്നലെ ഇതേപോലെ ഒരു വേദി, എനിക്ക് തോന്നുന്നു ഈ പാരാമെഡിക്കൽ കോഴ്സ് +2 കഴിഞ്ഞവർക്കുള്ള 5 കോഴ്സുകൾ, ഈ ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള 5 കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രഷേഴ്സ് ഡേ. അറൗണ്ട് 200 എന്ന് പറഞ്ഞാൽ 100 സ്റ്റുഡൻസ് പ്ലസ് പാരൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ വേദികൾ നമ്മൾ പങ്കിട്ട് വരുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ അവരൊക്കെ എന്താ അറിയോ, ആർക്കോ വേണ്ടി ഒരു ഇരിപ്പുണ്ട്, എന്താ ഇതൊന്നും തീർന്നിട്ടുണ്ടെങ്കിൽ പോവായിരുന്നു ആ സാധനം. പക്ഷെ ഇവിടെ കയറുമ്പോൾ കിട്ടിയ കയ്യടും നിങ്ങളെ ആ സുന്ദരന്മാരെയും സുന്ദരിമാരുടെയും ചിരിയും, സത്യം പറഞ്ഞാൽ അവർ വേണമെന്ന് വിചാരിച്ചിരിക്കൂലേ, അത് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. മറ്റെന്താ അറിയോ, നമ്മൾ അരമണിക്കൂർ പണിയെടുക്കണം നിങ്ങളൊന്ന് ചിരിച്ചിട്ടാൻ. നിങ്ങളാരും ഗൗരവത്തിലിരിക്കും, മതിയാക്കി ആദ്യം. അപ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി പറഞ്ഞ്, കളി പറഞ്ഞ്, എക്സസൈസ് കൊടുത്ത്, ആക്ടിവിറ്റീസ് കൊടുത്ത്, എഴുന്നേപ്പിച്ച് ഇരിപ്പിച്ച് നമ്മളെ ടൈം അരമണിക്കൂർ മിനിമം നമ്മളെ ട്രാക്കിൽ കൊണ്ടുവരും. അത് നമ്മുടെ രീതിയാണ്, ഇങ്ങനെ കൊണ്ടുവരും. പക്ഷേ ഇത് ആവശ്യമില്ല, ഓൾറെഡി ട്രാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈം ലാഭം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ ഈ കോർഡിനേഷൻ ഉണ്ടല്ലോ, ഞാൻ ബിഷപ്പ് സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളാണ് ഇത് കംപ്ലീറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. വളരെ സന്തോഷം. ഷൈൻ വേറെവർ യു ആർ. നിങ്ങൾ ഷൈൻ ചെയ്യോ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഞാനും ബിഷർ സാറും ഗവൺമെൻറ് സർവൻസ് ആയിരുന്നു. ഞാൻ പൂർണ്ണമായും ആയിരുന്നു എന്ന് പറയും, ഞാനത് ക്വിറ്റ് ചെയ്ത ആളാണ്. ഇദ്ദേഹം ഓൺ ദ ബ്രിം ഓഫ് ക്വിറ്റിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? മതി എന്ന് പറയാൻ. അതായത് ഗവൺമെൻറ് സർവൻ്റായി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല സാലറി കിട്ടും. ഇതിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും സ്വപ്ന ജോലിയാണ് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോബ് കിട്ടാന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മുടെ കപ്പാസിറ്റിയും അതും തമ്മിൽ എപ്പോഴും ഇങ്ങനെ തട്ടിച്ച് നോക്കണം. അങ്ങനെ തട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് എപ്പോൾ തിരിച്ചറിവുണ്ടാവുന്നോ അപ്പോൾ അത് ക്വിറ്റ് ചെയ്യണം. അങ്ങനെ ക്വിറ്റ് ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഡെസിഗ്നേഷൻ വെച്ചിരിക്കുക എന്നുള്ള ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ തിരിച്ചറിവുണ്ടാവുള്ളൂ. അല്ലാത്ത കാലത്തോളം അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ സ്കില്ലേജിനെ അങ്ങേ അറ്റം അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലേജ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലിട്ട് ആശയം കൊടുത്ത് അത് ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൂടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന ആളെന്നുള്ള നിലക്ക് ആ ഒരു 1 year 2 year 1.5 വർഷമായില്ലേ ആ ഒരു ജേണിയിലെ ബിഷർ സാറിൻ്റെയും ടീമിൻ്റെയും ആ ഫോക്കസും ഈ പറഞ്ഞ ഡെഡിക്കേഷനുമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ലെവലിൽ എത്തിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിന് എത്രയോ വളരാൻ ഇനിയും അവസരമുണ്ട്, എത്തുമെന്ന് ഉറപ്പാണ്. താങ്ക് യു. ഓക്കെ, എനിവേ താങ്ക് യു. നല്ല വാക്കുകളൊക്കെ സ്കില്ലേജിനെ കുറിച്ച് പറഞ്ഞു, വിച്ച് മീൻസ് നിങ്ങളെക്കുറിച്ചാണ് നല്ല വാക്കുകൾ ഏറെയും പറഞ്ഞിരിക്കുന്നത്.
സോ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ജോബ് കിട്ടുമെന്ന്. എന്നാൽ ഒരു പ്രതീക്ഷ നമുക്കിവിടെ നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട്. വിശ്വർ സാറിൻ്റെ ആളാന്ന് പറഞ്ഞാൽ ജോബ് കിട്ടൂല എന്നുള്ളത്. അമ്മ കറക്റ്റ്? സ്കില്ലിൽ പഠിച്ചത് തന്നെ ജോബ് കിട്ടുമോ? ഇല്ല. സ്കില്ല് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ സാധാരണ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ ഒരു പൊസിഷനിൽ കയറണമെങ്കിൽ 3 വർഷം കഴിയണം, 2 വർഷം കഴിയണം എന്നൊക്കെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ പ്രൈവറ്റ് കമ്പനികളിൽ വർഷത്തിന് പ്രാധാന്യമില്ല, ഇയേഴ്സിന് പ്രാധാന്യമില്ല, എക്സ്പീരിയൻസിന് പ്രാധാന്യമില്ല. പകരം നിങ്ങൾ സ്കിൽഡ് ആണോ നിങ്ങളെ കമ്പനിക്ക് വേണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പറയുന്ന സാലറി ആയിരിക്കും, നിങ്ങൾ പറയുന്ന പൊസിഷൻ ആയിരിക്കും, ബട്ട് അതിന് മാത്രം കോമ്പിറ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, താങ്ക് യു. ആൻഡ് ദെൻ മുജീബ് സാറിന് ഞാൻ മനസ്സിലാക്കുന്ന 2 ലൈഫുണ്ട്. ഒന്ന് ബിഫോർ സോഷ്യൽ മീഡിയ ആൻഡ് ദെൻ ആഫ്റ്റർ സോഷ്യൽ മീഡിയ. കാരണം ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്ന ആളായിട്ട് മുജീബ് സാറ് മാറി. ബിഫോർ ദാറ്റ് സോഷ്യൽ മീഡിയ മുജീബ് സാറിന് ഉപയോഗിക്കുന്ന ആളായിരുന്നു. കാരണം മൂപ്പര് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ എടുക്കുന്നു, ഇങ്ങനെ കാണുന്നു, പോകുന്നു. അത് ഉപയോഗിക്കുന്നത് മുജീബ് സാറല്ല, സോഷ്യൽ മീഡിയയാണ്. നിങ്ങളൊക്കെ പല ആളുകളും ഇപ്പോൾ ചെയ്യുന്നത് പോലെ. പക്ഷെ അതിനുശേഷം സോഷ്യൽ മീഡിയയെ മുജീബ് സാർ ഉപയോഗിക്കാൻ തുടങ്ങി, യൂട്യൂബ് ആണെങ്കിലും അന്ന് ഫേസ്ബുക്ക് ആണെങ്കിലൊക്കെ. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ലൈഫിലുണ്ടായ ചേഞ്ച് ബിഫോർ ദാറ്റ് എന്തായിരുന്നു? അതാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര കടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് കടുപ്പുള്ളതായി. ഓക്കെ, ഗുഡ്. പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടേ, ഇഫ് യു ഡോണ്ട് സെപ്പറേറ്റ് യുവർ ഡിസ്ട്രാക്ഷൻസ് ഫ്രം യുവർ സെൽഫ്, ദെൻ യുവർ സെപ്പറേറ്റ് യു ഫ്രം യുവർ ഗോൾസ്. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗോളിൽ നിന്ന് ഈ ഡിസ്ട്രാക്ഷൻ നിങ്ങളെ മാറ്റി വെക്കും. സത്യത്തിൽ അതാണ് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിൽ പലരും നിങ്ങളിന്ന് ഒരു പേഴ്സണൽ ഓഡിറ്റ് നടത്തണം. ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ പറയുന്ന സാധനമാണ്, അത് ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും പേഴ്സണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഓഡിറ്റ് അറിയാലോ അല്ലേ? അക്കൗണ്ട്സിലാണ് നമ്മൾ സാധാരണ ഇയർലി ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് പിന്നെ എന്താണ് IT ഫയൽ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു, അത് ഓഡിറ്റ് കഴിഞ്ഞ് ഫയൽ ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ പേഴ്സണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഇന്നത്തെ എൻ്റെ ദിവസം ഇന്നലേക്കാൾ മെച്ചമായിരുന്നു, ഞാൻ ഇന്ന് എന്തെല്ലാം നേടി, ഇന്ന് എന്തൊക്കെ എനിക്ക് നഷ്ടം വന്നു, ഇന്ന് എത്ര സമയം ഞാൻ സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ളൊരു ഇൻസൈറ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉപയോഗിച്ച ടൈം ഇപ്പോൾ അതുണ്ടല്ലോ, എത്ര ടൈം നമ്മൾ ഫോൺ ഉപയോഗിച്ചു എന്നും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്നും കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ അതിനകത്ത് നിന്ന് ഞാൻ പോസിറ്റീവായിട്ട് എത്ര, ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള എല്ലാ വഴികളുണ്ട്. നമ്മൾ വളരെ സീരിയസ് ആയപ്പോൾ എൻ്റെ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി എന്നാണ് ആ ഫീൽഡിൽ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ നോക്കിയാൽ മിക്കവാറും കാണുക മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷേ സ്റ്റിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹ്യൂമർ വരും. മലയാളത്തിൽ നല്ല ഏതെങ്കിലും യൂട്യൂബേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമർ വന്ന് ഞാൻ അതൊന്ന് കാണും, അറിയാതെ ഞാൻ കാണും. അത് കണ്ടു എന്ന് ഇൻസ്റ്റാഗ്രാം അപ്പം തന്നെ മനസ്സിലാക്കും. വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ വരും, അടുത്തത് 2 ഹ്യൂമറാണ് വരിക, അതും ഞാൻ കാണും. അതോടുകൂടി അന്നത്തെ ദിവസം പോയി, പിന്നെ തോണ്ടിയാൽ മുഴുവൻ ഹ്യൂമറാണ് വരുന്നത്. മീൻസ് ഞാൻ അതിലേക്ക് കൊണ്ടുപോകണം. അവിടെ എനിക്ക് ഉടനെ അതിൻ്റെ സെറ്റിങ്സിൽ ഓപ്ഷൻ ഉണ്ട്, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും മോട്ടിവേഷൻ സെർച്ച് ചെയ്ത് അതിലേക്ക് തന്നെ വന്ന് വീണ്ടും അത് തന്നെ കൊണ്ടുവരിക. മോട്ടിവേഷൻ മാത്രമല്ല, നമുക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ എത്ര പെർസെൻറ്റേജ് എനിക്ക് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഓഡിറ്റ് പർപ്പസ്ഫുൾ ആവും. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ടെങ്കിലും നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു 70-80% യൂസ്ലെസ് ആണ്, ഒരു സംശയമില്ല, യൂസ്ലെസ് ആണ്. 20-30 ഞാൻ മാക്സിമം പറഞ്ഞാണ്. ഒരുപക്ഷെ ഇവിടുത്തെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്ലഷർ സീക്കിംഗ് ആണ് നമ്മൾ തേടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള വീഡിയോസ് നമുക്ക് കൊണ്ടുവരും, നമ്മളത് കാണും. ഒരു യൂസും ഇല്ല എന്നുള്ളതാണ്. അതിന് പകരം നമുക്ക് പേഴ്സണൽ ലൈഫിന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. ഇനി എൻ്റെ ലൈഫിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, എൻ്റെ ലൈഫിലേക്ക് സോഷ്യൽ മീഡിയയുടെ മുമ്പും പിമ്പും എന്ന് പറയുന്നത്, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പിന്നെ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു പ്രത്യേക ലെവലിൽ വന്നിരിക്കുന്ന ആളാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ മാത്തമാറ്റിക്സിൽ 5-നും 6-നും ഇടയിൽ 5-ഉം 6-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1. 4-ഉം 5-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10-ഉം 11-ഉം 0-ഉം 1-ഉം 1. ഇതാണ് തിയററ്റിക്കലി കറക്റ്റായ വാക്ക്. പക്ഷെ അവസാനം പറഞ്ഞ തെറ്റാണ്. 0-നും 1-നും ഇടയിലുള്ള ഡിഫറൻസ് 1 അല്ല. ലൈഫുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്കില്ലേജിനെ വളർത്തുക, ഒന്നുമില്ല, ആ കൺസെപ്റ്റ് മാത്രം. ഗവൺമെൻറ് ജോബ് ക്വിറ്റ് ചെയ്യണോ ലീവ് എടുക്കണോ എന്ന് ആലോചിക്കുന്നു, ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആലോചിക്കുമ്പോൾ സ്കില്ലേജ് ഇല്ല. ഈ കുട്ടികൾ വരുമോ എന്നറിയില്ല.
എങ്ങനെയാണ് പിന്നെ കോഴ്സ് നടത്തേണ്ടത്, എങ്ങനെയാണ് പിന്നെ ആഡ് കൊടുക്കേണ്ടത്, ഞാൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്താൽ എനിക്ക് സാലറി കിട്ടും, ഒന്നും അറിയാത്ത സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പില്ലേ, അത് ഭയങ്കര പാടാണ്. എന്ത് സാധനം സീറോയിൽ നിന്ന് 1 എത്തിച്ച് ഇപ്പം ഇങ്ങനെ എത്തിച്ചു വെച്ചില്ലേ, ഇന്ന് ബിഷർ സാർ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോയാലും ഇത് റണ്ണായിക്കോളും. ബിഷർ സാറിൻ്റെ 10 കഴിവില്ലാത്ത ഒരാൾ വന്നാൽ ഇത് റണ്ണാകും. കാരണം അവിടെ ഞാൻ ഈ പറഞ്ഞ 5-നും 6-നും ഇടയിലുള്ള ഡിഫറൻസ് ഒന്നാണ്. ഒരു കഴിവുള്ളവൻ തന്നെ അത് റൺ ചെയ്യും. പക്ഷേ ബിഷർ സാറിന് 0-നും 1-നും ഇടയിൽ ഒരു കഴിവായിരുന്നില്ല, 1000 കഴിവോ 10000 കഴിവോ വെച്ചിട്ടാണ് ഇത് കെട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം അതുപോലെ ജയിക്കാനും വിജയിക്കാനും രക്ഷപ്പെടാനും 0 പോസിബിലിറ്റി ഉള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന ആളാണ് ഞാൻ. ഒരു ചാൻസും ഇല്ല. ഒന്നെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ വീട്ടിലോ കുടുംബത്തിലോ ആരെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം വേണം, സ്വന്തം നാട്ടിൽ എവിടെയെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ആകെ മുമ്പിലുണ്ടായിരുന്ന വഴി എന്ന് പറയുന്നത് 2 വഴികളാണ്. ഒന്ന് ചായക്കച്ചവടം നടത്തുക, അത് ഞാൻ ഒരുപാട് കാലം നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് പോത്തിനെ മേയ്ക്കുക. പോത്തിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ തലമുറക്ക് അറിയില്ലായിരിക്കും. പോത്ത് വലിയ കൃഷിയായിരുന്നു വയനാട്ടിലൊക്കെ. അതോടൊപ്പം നെൽവയലിൽ ഈ പോത്തിനെ ഉപയോഗിച്ചിട്ട് ഉഴുതു മറിച്ചിട്ട് നെല്ല് നട്ടിട്ട്, നെല്ല് മീൻസ് ഞാറ് നട്ടുക, അതിൽ നിന്ന് ജീവിച്ചു. അപ്പോൾ അത് എൻ്റെ ഒരു ആദ്യത്തെ സ്വപ്നങ്ങളിൽ ഒന്നതായിരുന്നു. ഹോട്ടലിനേക്കാൾ നല്ലതാണോ, അത് മാത്രമേ എൻ്റെ മുമ്പിൽ ചോയ്സ് ഉള്ളൂ എന്നുള്ളതാണ്. അവിടെ നിന്ന് പിന്നെ കഥകളെ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഓരോ വഴികൾ നമുക്ക് എന്തായാലും ഒരു ഫോക്കസ് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടുണ്ട്, അവിടെ പോകണം. അപ്പോൾ ഈ പറഞ്ഞ 0-നും 1-നും ഇടയിൽ ഭയങ്കര സ്ട്രഗിളായിരുന്നു. 0-നും 1-നും ഇടയിൽ ആ 0-1 ശരിക്കും കവർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാവുന്നത്. അതുവരെ ടൈറ്റായിരുന്നു, ലൈഫ് ടൈറ്റായിരുന്നു. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രിക്ഷനായിരുന്നു. അവിടെ നിന്ന് വിട്ടു. അപ്പോഴെന്താ സംഭവിക്കുക, അത് നിങ്ങളുടെ ലൈഫിൽ ഓർത്ത് വെക്കട്ടോ. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വിജയിക്കാനുള്ള പെർസെൻറ്റേജ് എത്രയാണ്, പരാജയപ്പെടാനുള്ള പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. സാധ്യതകൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, SWOT അനാലിസിസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് നോക്കുമ്പോൾ വിജയിക്കാനുള്ള ചാൻസും പരാജയപ്പെടാനുള്ള ചാൻസും നോക്കും. ചില ആളുടെ കേസിലെങ്കിലും വിജയിക്കാൻ 0 തന്നെ ആയിരിക്കും. ഒന്ന് കയറാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഹയർ സെക്കൻഡറി ജോബിൽ കയറുന്നത് 2007-08 അങ്ങനെയാണ്. ആ സമയത്താണ്, ഏതാണ്ട് ഒരു 15 years ബാക്ക്. അത് കയറി അവിടെ നിന്ന് ഇത്തിരി ഇതേപോലെ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് വീടില്ലായ്മയിൽ നിന്ന് വീട് വെക്കുക, അങ്ങനെ പിന്നെ ഒരു ചെറിയ വണ്ടി വാങ്ങിക്കുക. സ്വപ്നങ്ങൾ വലുതായിരുന്നു. ഈ സ്വപ്നം വലുതായാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അങ്ങനെ പോയിട്ട് എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2008 നേരെ 10 years കഴിഞ്ഞു. 2008 കഴിഞ്ഞ് 2018 എത്തുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫോക്കസ് നമ്മൾ ഈ റെഡ് കാർ തിയറി, എനിക്കൊന്ന് ബിഷർ സാർ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട്. റെഡ് കാർ തിയറി അറിയാം? റെഡ് കാർ തിയറി ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ ജോബ് അന്വേഷിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോബ് എന്താണോ അവിടെയൊക്കെ ടൈറ്റാണ്, എല്ലായിടത്തും ആളുണ്ട്. ആർക്കാണ് ആ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ആദ്യം ഓടിച്ചെല്ലുന്ന ആൾക്ക്. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, പത്രം നോക്കട്ടെ, ക്ലാസിഫൈഡ്സിൽ പരസ്യം വരട്ടെ, ആരെങ്കിലും പരസ്യം പറയട്ടെ, ഞാൻ എന്നിട്ട് കൊടുക്കാം, ഇതൊന്നുമല്ല. നിങ്ങൾ അങ്ങോട്ട് ഫയൽ എടുത്ത് പോകണം. ഓടിച്ചെന്നാൽ മാത്രം കിട്ടുന്ന കല്ലാണ്. പക്ഷേ ഞാനൊക്കെ 80 കിഡ്സിൽ വരുന്നതാണ്. സാർ എനിക്കൊന്ന് 90s or 85, 90s ആ റേഞ്ചിലാണ്. ഓക്കെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഞാൻ MSc കെമിസ്ട്രി കഴിയുന്ന സമയത്ത് എനിക്ക് വലിയ ടൈറ്റില്ല ജോലി കിട്ടാൻ. ഒരു സ്കൂളിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ 2-3 ആളേ ഉള്ളൂ. ഇന്ന് ഇതേ സമയത്ത് എൻ്റെ പോസ്റ്റിലേക്ക് വീണ്ടും അവിടത്തേക്ക് ആൾ വരുമ്പോൾ 50 ആൾ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. കിട്ടാൻ ഭയങ്കര പാടാണ്. എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞത് ഫറൂഖ് കോളേജിൽ നിന്ന് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞ് സർ സെയ്ദ് കോളേജിൻ്റെ മുന്നിലൂടെ പിന്നെ തൃച്ചംബരം എന്ന് പറയുന്ന സ്ഥലമുണ്ടാണ്, തൊട്ടടുത്താണ്. അവിടത്തേക്ക് വീട്ടിൽ കയറാൻ ഇയാളെ സംബന്ധിച്ചില്ല. MSc കഴിഞ്ഞ് പോകുന്ന പോക്കിൽ സർ സെയ്ദ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പോയിട്ട് ആൾ വീട്ടിൽ പോയി. എന്നിട്ട് കയ്യും കാലം പിടിക്കുകയാണ്, പ്ലീസ് ഞങ്ങൾ കോളേജ് തുടങ്ങിയിട്ടുണ്ട്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ആരുമില്ല, നിങ്ങൾ വരണം. കാരണം MSc കഴിഞ്ഞ ആൾ തളിപ്പറമ്പ് താലൂക്കിലോ കണ്ണൂർ ജില്ലയിലോ 1-2 ആളേ ഉള്ളൂ. അവിടെ നിങ്ങൾ വരികയാണ്. ഒരു 40 years ഗ്യാപ്പിലേക്ക് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോളജിൻ്റെ ഈ എക്സ്പ്ലോഷൻ വരുമ്പോൾ, സാഹചര്യങ്ങൾ അവസരങ്ങൾ കൂടുമ്പോൾ എല്ലാവരും പഠിക്കണം, എല്ലാവരും ഓടിയാലേ കിട്ടും. അത് ശീലിക്കേണ്ടത് ഇവിടുന്ന് പഠിക്കുന്ന സ്ഥലത്തു നിന്നാണ്. ഇനി എനിക്കൊന്ന് ബൈ മന്ത്ലി ഒക്കെ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ ഇതറിയുന്ന ഒരാൾ വരൂ എന്ന് പറഞ്ഞാൽ അപ്പം ചാടി 10 പേര് എഴുന്നേക്കണം. പറയാൻ കിട്ടിയില്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു കോമഡി ഉണ്ടായിരുന്നു, ഈ ഉടൻ പണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അത് നിങ്ങളെ കണ്ടിട്ടുണ്ടോ അതിനകത്ത് അല്ലേ? എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തല്ല, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച അങ്ങനെന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ കൈവക്കിയൊരു പെണ്ണുങ്ങൾ. അപ്പോൾ ചോദിച്ചു ആരാന്ന്, ഒന്നും അറിഞ്ഞിട്ടൊന്നല്ല, PT ഉഷയല്ലേ. അപ്പോൾ എല്ലാവരും ചിരിച്ചു. പക്ഷേ അങ്ങനെ ആ പെണ്ണുങ്ങളെ അഭിനന്ദിക്കുക ചെയ്യാം. അതിന് കാണിച്ച ധൈര്യം, തെറ്റോ ശരിയോ, നത്തിങ് ഡൂയിങ്. അത് വിഷയാക്കേണ്ട. നിങ്ങൾ ചാടിക്കയറി അറിയുന്ന കാര്യം ഒന്നും അറിയില്ല പൊട്ടത്തരം പറയും, ഇവനെന്താ മന്ദനാണോ ഇവളെന്താ എന്താണോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കുറച്ചെങ്കിലും അറിയാം. ഇപ്പോൾ ജസീല പറഞ്ഞേ, ജുമൈല നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ റെഡ് കാർ തിയറി ഇത്രയേ ഉള്ളൂ. റെഡ് കാർ തിയറി ശരിക്കും നിങ്ങളെ ലൈഫിൽ വെറുതെ ചോദിക്കട്ടെ, നിങ്ങൾ സത്യത്തിൽ നിങ്ങളിൽ ഈ ഇരിക്കുന്ന മുഴുവൻ കുട്ടികളിലും 3 മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യത. 3, 4, 5 ഒക്കെ ഉണ്ടാവാം. 3 എന്ന് പറയുന്നതിൽ ഒന്നെന്തായിരിക്കും എന്നറിയാം, ഇവിടെയൊക്കെ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുകയാണ്.
ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇവർ തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തരും, അല്ലെങ്കിൽ ഞാൻ തന്നെ സെർച്ച് ചെയ്യും. അങ്ങനെ എനിക്കൊരു ജോബ് കിട്ടണം. ചെറിയ ഏജാണ്, 18, 20, 22 ആ റേഞ്ചിലിരിക്കുകയാണ്. ആ ജോബിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി 10, 15, 20, 25 വരെ കിട്ടുകയാണെങ്കിൽ ഹാപ്പി എന്ന് വിചാരിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ ഇതിലുണ്ടാവും. ഓക്കെ. രണ്ടാമത്തെ വിഭാഗം ഏതായിരിക്കും? എനിക്ക് 10-20 കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നല്ല സാലറി വേണം. ആദ്യത്തെ ഒരു 6 മാസമൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചേക്കും, എന്നിട്ട് ഞാൻ പറക്കും, പുറത്തേക്ക് പോകും. അവിടെ പോയിട്ട് ഒരു 1-2 ലക്ഷം 3 ലക്ഷം ഒക്കെ കിട്ടിയാലേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്? എൻ്റെ ഉദ്ദേശം ഇതേ അല്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് എംപ്ലോയി ആയി നിൽക്കേണ്ട ഉദ്ദേശം എനിക്കില്ല. എനിക്കൊരു എംപ്ലോയർ ആവണം, ഞാനൊരു ബിസിനസ് ഇങ്ങനെ ഉണ്ടാവാം. ഞാൻ കെമിസ്ട്രി അധ്യാപനം കേട്ടോ. കെമിസ്ട്രി ഫിസിക്സിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. കേട്ടിട്ടേ ഇല്ലല്ലോ? പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അന്തം വിട്ട് നിൽക്കുന്നില്ലേ? ആർക്കെങ്കിലും അറിയാമോ? അത് അറിയാൻ വഴിയില്ല. എന്നാലും മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഞാനിങ്ങനെ എറിഞ്ഞു തരാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ വന്ന് കിട്ടും, റൈറ്റ്? പകരം ഒരു പിടി മണൽ വാരിയിട്ട് ഞാനിങ്ങനെ എറിയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതേപോലെ ആ ഒരു പിടി മണൽ കയ്യിൽ കിട്ടുമോ? എങ്ങനെ കിട്ടും? പിന്നെ അതെന്താ സംഭവിക്കുക? സ്പ്രെഡ് ആവും അല്ലേ? സത്യത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരേ വെലോസിറ്റിയിലാണ് ഞാനിത് എറിഞ്ഞതെങ്കിലും, ആ തിയറി ശരിക്കും മനസ്സിലാക്കി വെച്ചോട്ടോ. ഞാൻ കെമിസ്ട്രിയിൽ പണ്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഓർമ്മ കിട്ടുമ്പോൾ പറയാണ്, ഒരേ വെലോസിറ്റിയിലാണ് എറിഞ്ഞതെങ്കിലും ആ എറിഞ്ഞ മണൽത്തരികളിൽ കുറച്ച് മണൽത്തരികൾ ഹൈ സ്പീഡിൽ മുമ്പിലെത്തിയിട്ടുണ്ടാവും, റൈറ്റ്? കുറേ മണൽത്തരികൾ ഒരു മിഡിലുണ്ടാവും, കൂടുതൽ അവിടെ ഉണ്ടാവും. നിങ്ങൾ എറിയുന്ന മനസ്സിലിങ്ങനെ കണ്ടു ചിത്രമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് മണൽത്തരികൾ പുറകിലുണ്ടാവാം. ലോകത്തുള്ള മുഴുവൻ ഡിസ്ട്രിബ്യൂഷനിലും ഇതാണ് സംഭവിക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന ഇൻ്റർവെല്ലാണ് പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ആൾക്കാർ കേട്ടപ്പോൾ തന്നെ ഓടും, റൈറ്റ്? ബാക്കി എല്ലാവരും എല്ലാം എഴുന്നേറ്റ് അങ്ങനെ പോകും. ഒരു 3-4 എഴുന്നേക്കേ ഇല്ല. ഇനിയിപ്പോൾ എന്ത് ഇൻ്റർവെല്ല്? അങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാവുക. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡം ഉണ്ട്, റോട്ടിൽ പോകാൻ, ചായ കുടിക്കാം, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ വരെ പോകുന്ന 3-4 ആൾക്കാരുണ്ടാവും. ഇവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് കളിക്കുന്ന 2-3 ആൾക്കാരുണ്ടാവും. എല്ലാവരും ഏതാണ്ട് ഒരു സ്ഥലത്തുണ്ടാവും. എപ്പോഴും അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടാവും, വെരി ലോ ആയിട്ടുള്ള കുറച്ച് ആളുണ്ടാവും. ഭൂരിപക്ഷവും ഒരേ ചിന്തകളായിരിക്കും. ബുദ്ധി, ഈ കൂട്ടത്തിൽ ബുദ്ധി എടുത്തോളും, അതിബുദ്ധിമാന്മാർ 2-3 ആൾക്കാരുണ്ടാവും. തീരെ അന്തമില്ലാത്ത 2-3 ആൾക്കാരുണ്ടാവും. ബാക്കി എല്ലാവരും ആവറേജ് ആയിരിക്കും. വേറെ എന്താ എടുക്കണ്ടേ? സമ്പത്ത് എടുത്ത് നോക്ക്. ഇതിൽ കോടീശ്വരന്മാർ 2-3 ആൾക്കാരുണ്ടാവും. ഉള്ളതിൽ കോടീശ്വരൻ. ഭയങ്കര ദാരിദ്ര്യമുള്ള 3-4 ആൾക്കാരുണ്ടാവും. ബാക്കി എല്ലാവരും ഏതാണ്ട് കുഴപ്പമില്ല, ജീവിച്ചു പോകും. സൗന്ദര്യം എടുത്ത് നോക്കും. അത് ഞാൻ സമ്മതിക്കില്ല. അവന് അതിൻ്റെ അളവുകോൽ വേറെ ആണ്ടാണ്. ദൃഷ്ടി തലങ്ങളിൽ എന്താണോ പതിയുന്നതനുസരിച്ചാണ്. എനിക്ക് ഭയങ്കര ഭംഗിയുണ്ടെന്ന് തോന്നുന്നു, മറ്റേ തോന്നണമെന്നില്ല. എന്നാലും അതിനും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത്? അതേ പറഞ്ഞാൽ എന്നെ തിരിച്ചു വിളിക്കണേ, ഞാൻ പോവും. അതാണ് പ്രശ്നം. ഏതാ? റെഡ് കാർ തിയറി. ഓക്കെ. റെഡ് കാർ തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ റെഡ് കാർ തിയറി പറയുമ്പോൾ ഇതിലേക്ക് വന്നാണ്. നിങ്ങളിൽ ഈ പറഞ്ഞതുപോലെ 3 തരം ചിന്തകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ജോബിലേക്ക് എത്തിപ്പെടുക, ഈ പറഞ്ഞ 10 to 50K ഇടയിൽ സാലറി കിട്ടിയാൽ ഹാപ്പി ആവുന്നവരുണ്ടാവുക. വളരെ കുറച്ച് ആളുകൾ എന്തുണ്ടാവും, കുറച്ച് ഒരു ലിമിറ്റഡ് നമ്പർ എനിക്ക് ഹൈ സാലറി കിട്ടണമെന്ന് വിചാരിക്കുന്നവർ, മറ്റൊരു വിഭാഗം ഞാൻ ഓൺട്രപ്രണർ ആവണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ പക്ഷേ എന്താഗ്രഹിക്കുന്നോ അത് ഈ പ്രകൃതിയിൽ ചുറ്റുമുണ്ട്. അതിനാണ് ഈ റെഡ് കാർ തിയറി പറയുക. അത് ഭയങ്കര ആപ്റ്റാണ്. ഇന്ന് നിങ്ങൾ വന്നവർ, വീട്ടിൽ നിന്ന് വന്നവരും ഹോസ്റ്റലുണ്ട്. അവർക്ക് എങ്ങനെയാണ്? കുറച്ച് ഹോസ്റ്റൽ, ബാക്കി വീട്ടിൽ നിന്ന് വന്നവരാണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ എത്ര ചുവന്ന കാറ് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ കണ്ടിട്ടേ ഉണ്ടാവില്ല. ചിലർ കണ്ടിട്ടുണ്ട് തോന്നുന്നു, ഞാൻ ബസ്സിലേക്ക് ഇതിലൊന്ന് പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മുടെ മൈൻഡിലേ സാധനമില്ല. ഇനി ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഇന്നിത് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ നാളെ രാവിലെ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനൊരു പണക്കാരനാണ്, പൈസക്കാരനായി ജനിച്ചത് എൻ്റെ കുറ്റമല്ല. എൻ്റെ ഉപ്പ ഭയങ്കര പൈസക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ വലിയ കോടീശ്വരനാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ്. നിങ്ങൾ ഇന്ന് പോയി നാളെ രാവിലെ വരുന്നത് വരെ വഴിയിൽ കണ്ട റെഡ് കാറിൻ്റെ ഒക്കെ നമ്പർ എഴുതി വെച്ച് വേണമെങ്കിൽ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് വരികയാണെങ്കിൽ ഓരോ കാറിനും 1000 രൂപ തരും. 10 എണ്ണം കണ്ടു കഴിഞ്ഞാൽ 10,000, 100 എണ്ണം കണ്ട് 1 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇറങ്ങി നോക്കുക. നിങ്ങൾ കാണുന്നത് മുഴുവൻ റെഡ് കാറാണ്. എത്രയെങ്ങാണ്ട് റെഡ് കാർ ഉണ്ടാവുമെന്നറിയാം. എവിടെ നോക്കിയാലും റെഡ് കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ എപ്പോഴാണോ അത് ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് 2 ലക്ഷത്തിൻ്റെ ജോലി വേണോ? അതിവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് പോയിട്ടില്ല, അത് നിങ്ങൾക്ക് കിട്ടില്ല. 25,000 ജോലി വേണോ? ഇവിടെ ഉണ്ടത്. നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് ഓൺട്രപ്രണർ ആവണോ? വഴികൾ മുമ്പിലേക്ക് കയറി വരും. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്താൽ അത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ റെഡ് കാർ തിയറി പറയുന്നത് നിങ്ങൾ എല്ലാം ഈ പ്രകൃതിയിൽ നമുക്ക് വേണ്ടതിനധികം, അതായത് നിങ്ങൾക്ക് തന്നിട്ടില്ല മറ്റൊരാൾക്ക് അത് കൊടുക്കുന്നുണ്ട്. ഉറപ്പല്ലേ? നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയില്ല മറ്റൊരാളെ തുടങ്ങും. അത് തുടങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഈ പറഞ്ഞ റെഡ് കാർ തിയറി അനുസരിച്ച് ഇതിലേക്ക് ഫോക്കസ്
ഫോക്കസ്. അപ്പോൾ ആൾക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഫോക്കസ് അതിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ 2000 ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 18 പിന്നെ ആ 18 മുമ്പ് തന്നെ ഈ താല്പര്യമുള്ള വിഷയത്തിലൊന്നാണ് നമ്മൾക്കിങ്ങനെ സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ സംസാരിക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന സ്കൂളുകളിലൊക്കെ എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ ഏതാണ്ട് 50-60 സ്കൂളുകളുണ്ട്. എല്ലാ സ്കൂളുകളിലും ഒരു തവണയെങ്കിലും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പല ടേമിൽ മോട്ടിവേഷൻ, പിന്നെ ESH എന്നുകൊണ്ടൊരു സാധനമുണ്ട്, എന്താണ് എക്സാം ഷുവർ ഹിറ്റ്. ആദ്യം അങ്ങനെയായിരുന്നു, എങ്ങനെയായാലും നിങ്ങളെ പാസ്സാക്കി തരാമെന്നുണ്ട്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ കെമിസ്ട്രി ഫിസിക്സിലെ കുറേ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പാസ്സാക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ ESH തന്നെ ഈസി സ്റ്റഡി ഹാബിറ്റ്സ്, ഏറ്റവും നല്ല ലളിതമായ സ്റ്റഡി ഹാബിറ്റ്സ്, ഇതൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ എടുത്തു തുടങ്ങും. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ കണ്ടൻറ് ഉണ്ടാവും. ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. എൻ്റെയൊക്കെ ഗൂഗിൾ നോട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നിറഞ്ഞു, അത്രയേറെ നോട്ട്സ് ഉണ്ടെന്നുള്ളതാണ്. ക്ലാസ്സുകൾ കുറേ എടുത്ത് നമ്മുടെ അടുത്ത് ധാരണയുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് 2015 ജിയോ, നിങ്ങൾക്ക് ആ കാലഘട്ടം, നിങ്ങളൊക്കെ ഇവരൊക്കെ ഇയർ ഓഫ് ബർത്ത് ഏതായിരിക്കും? ഏതാ ഇയർ ഓഫ് ബർത്ത്? 2004 ആ റേഞ്ച് വ്യത്യാസം ഉണ്ടാവും. വയസ്സന്മാരൊക്കെ അതിലുണ്ടാവും, ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും, നമ്മൾ നോക്കുന്നില്ല. കണ്ടെത്തൊന്നുമില്ല. അത് പിന്നെ അവർ കുറേ മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടിയൊക്കെ ഇട്ട് അല്ലേ? ഓക്കെ, ചുമ്മാ പറഞ്ഞാട്ടോ. അല്ലാതെ തന്നെ നല്ല സുന്ദരികളാണ്, സുന്ദരന്മാരാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ ജിയോ 1 GB നെറ്റ് മന്ത്ലി തരാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊക്കെ എനിക്കൊന്ന് ബഷീർ സാറൊക്കെ ഉപയോഗിച്ചത് 200 MB നെറ്റ് കിട്ടും. 200 MB അതിന് തന്നെ 300, 400, 500 രൂപ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളിങ്ങനെ നെറ്റ് ഓണാക്കുക, ഓഫാക്കുക, ഇത് തന്നെയായിരുന്നു പരിപാടി. ഓണാക്കി വെച്ചിട്ട് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് നോക്കും, ഓഫാക്കി വെക്കും. കാരണം അതിൽ നിന്ന് ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്ത് നമ്മളെ നെറ്റ് തീരും. ആ കാലഘട്ടത്തിൽ യൂട്യൂബ് നമ്മൾ തുറക്കില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കില്ല, ഇൻസ്റ്റാഗ്രാം സജീവമല്ല, ഫേസ്ബുക്ക് തുറക്കില്ല. കാരണം തുറന്ന് 4 സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും നെറ്റ് തീർന്നു, യുവർ ഡാറ്റ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണി പാളും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഡെയിലി 1 GB നെറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്ന്, അതുകൊണ്ട് പലപ്പോഴും യൂട്യൂബർമാരൊക്കെ ഇങ്ങനെ വീട്ടിൽ എഴുതി വെക്കാറുണ്ടെന്ന് പറഞ്ഞ് ജിയോ ഭഗവാൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ. കാരണം വെച്ചാൽ അംബാനി അത് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും തരാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ടൈം എത്തിയപ്പോഴും നമുക്കും നെറ്റൊക്കെ നോക്കാൻ തുടങ്ങി. യൂട്യൂബൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഫോക്കസാണ്, സാധ്യതകളിലേക്കാണ് എപ്പോഴും നോക്കേണ്ടത്, അസാധ്യതയിലേക്കല്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചില ആളുകൾ, ഇപ്പം ഞാനൊക്കെ ട്രെയിനിങ് തുടങ്ങി എങ്ങനെ അറിയോ? എനിക്കൊന്ന് ബഷീർ സാറിൻ്റെ ഒക്കെ ക്ലാസ്സിൽ തന്നെ ഞാൻ പോയിരുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ് എടുക്കുന്ന ആളുകളുടെ ഇതുപോലെ കുട്ടികളുടെ ബാക്കിൽ പോയിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് ക്ലാസ് കേൾക്കും. ക്ലാസ് കേൾക്കുമ്പം എനിക്ക് വരുന്ന ഇൻസൈറ്റ് എന്താ അറിയോ? അത് അഹങ്കാരമാണോ, സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ആണോ, എന്ത് വേണം ഇതിന് പറയാം, ഇയാളെക്കാണ് ഉഷാറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമല്ലോ, ആ ഫീലിംഗ് വരും. അപ്പോഴാണ് അടുത്ത ദിവസം നമുക്ക് വേറെ സ്ഥലത്ത് പോകാൻ പറ്റുക. ഇതേപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം, ഇതിനേക്കാൾ നന്നായിട്ട് പറയാം, ഈ കണ്ടൻറ്റ് വേറെ രീതിയിൽ പറയാലോ എന്ന ആശയം വരുമ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങണം. അപ്പോൾ സാധ്യതകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ വേണം? ഇപ്പോഴെല്ലാം ഇതൊക്കെ ഉണ്ട്, ഇവിടെ ക്യാമറ, അവിടെ മൊബൈൽ, സകലമാന സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനമില്ല. എൻ്റെ കയ്യിൽ മൈക്രോമാക്സ് അങ്ങനെ പറഞ്ഞാൽ അറിയാം, അങ്ങനെ ഒരു കമ്പനി ഉണ്ട്, മൈക്രോമാക്സിൻ്റെ ഒരു ഫോണുണ്ട്. പഴയ വീഡിയോ കാണാം, അങ്ങനെ ബ്ലറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. എങ്ങനെ തുടങ്ങും? അപ്പോൾ ആദ്യത്തെ വീഡിയോ അതിനകത്ത് ഇങ്ങനെ സെൽഫി പിടിച്ചിട്ട് ചെയ്യുന്നു, എവിടെ നിന്ന് ചെയ്യണമെന്ന് അറിയില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ചെയ്യും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഭാര്യ കളിയാക്കോ, ഉമ്മ എന്താ വിചാരിക്കുക, കാരണം ഇത് സംസാരിക്കും, ഇവൻ എന്താ പൊട്ടനാന്ന് ചോദിക്കൂലേ. പക്ഷെ ആ സ്ട്രഗിൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. വൈഫിൻ്റെ ഗ്രീൻ ഷാള് തട്ടം കൊണ്ടുവന്നിട്ട് ചുമരിൽ 2 ആണിയൊക്കെ വെച്ചിട്ട് അവിടെ ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. എന്നിട്ട് അവിടെ ചെറിയൊരു ലൈറ്റ് ബൾബൊക്കെ ഇങ്ങനെ താഴത്ത് വെച്ച്, വേറെ ഒന്നുമില്ല, അങ്ങനെ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള പൈസ ഒന്നുമില്ല, മൈക്കില്ല. എന്നിട്ട് അങ്ങനെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നു. അതിനെ പറഞ്ഞാൽ 200-300 വ്യൂ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിലൊരു ത്രില്ല് വരും. കാരണം അത് ചെയ്തിട്ട് ബഷീർ സാറിനെ അയക്കും. ഇങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബഷീർ സാർ ഈ പരിപാടി തുടങ്ങി. ബഷീർ സാർ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ആദ്യത്തെ വീഡിയോ ഇട്ടിട്ട് അയച്ചെന്നപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്ട്രഗിൾ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ടാണ് നല്ല വൃത്തിക്ക് എടുക്കുള്ളൂ, എടുത്താൽ പൊളിയായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ്. നമുക്ക് അങ്ങനത്തെ ഒന്നും കൺസെപ്റ്റ് ഇല്ലാണ്ട് നമ്മളങ്ങ് തുടങ്ങണം. ബഷീർ സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് ശരിക്കും അങ്ങനെ ആ അർത്ഥത്തിലെടുക്കുമ്പോൾ ശരിക്കും എനിക്ക് എന്താണ് യൂട്യൂബ് ഗുരു എന്നൊക്കെ പറയാവുന്ന ഒരാൾ ശരിക്കും ബഷീർ സാറാണ്. കാരണം ബഷീർ സാറിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്കുള്ളൊരു മോട്ടിവേഷൻ വീഡിയോ, ഒരു 5 to 10 minutes ഉള്ള വീഡിയോ, കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ലൈറ്റ്, നല്ല ക്ലാരിറ്റി. എനിക്കൊന്ന് ക്യാമറമാനെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്തല്ലേ അത് വയനാട്ടിൽ, എവിടുന്നല്ല വയനാട്ടിലെ ഫസ്റ്റ് വീഡിയോ. അത് കണ്ടപ്പോൾ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇട്ട് തുടങ്ങി. പിന്നെ ഒരു കോൺസെപ്റ്റ്, നമുക്ക് എല്ലാവരും പ്ലാൻ വേണമല്ലോ. ആ പ്ലാനിൽ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നവരൊക്കെ നമ്മൾ പറയാനുള്ളതാണ്. പ്ലാൻ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന വീട്ടമ്മമാർ, കുട്ടികളൊക്കെ ചെയ്യുന്ന പരിപാടി, നിങ്ങളെ പ്രായത്തിലുള്ളവർക്ക് യൂട്യൂബ് തുടങ്ങുമ്പോൾ ചെയ്യുന്നറിയോ? അപ്പോൾ ആ ക്യാമറയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു സോണി ക്യാമറയ്ക്ക് ഒരു 2 lakhs ഒക്കെ റേറ്റ് ഉണ്ടാവും. ഒരു 2 ലക്ഷം രൂപ ക്യാമറ,
ഒരു 2 ലക്ഷം രൂപയുടെ ആപ്പിളിൻ്റെ എഡിറ്റിംഗ് മെഷീൻ, പിന്നെ 2 ഐഫോൺ, അതിൻ്റെ സ്റ്റാൻഡ്, മൈക്ക്, ഇത് പിന്നെ ലാർക്ക് മാർക്ക് 2 ഇതൊക്കെ ഉണ്ടെങ്കിലേ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞ ഒന്നുമില്ല, കോൾ ചെയ്യുന്ന ഫോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ യൂട്യൂബ് വരുമാനം ഒരു 7000 രൂപ കിട്ടി. ആ 7000-ന് വാങ്ങിക്കാൻ പറ്റിയ ഗാഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് 2000 രൂപയുടെ ഒരു വയേർഡ് മൈക്ക് വാങ്ങിച്ചു അതിനകത്ത് നിന്ന്. പിന്നെ അടുത്തത് എനിക്കൊന്ന് 25,000, 30,000, 40,000 അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ക്യാമറ വാങ്ങിക്കുന്നു, സ്റ്റാൻഡ് വാങ്ങിക്കുന്നു, ലൈറ്റ് വാങ്ങിക്കുന്നു, സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നു, അങ്ങനെ അതിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പേഴ്സണാലിറ്റിയിൽ എനിക്ക് ഭയങ്കര ചേഞ്ച് വന്നു. പേഴ്സണാലിറ്റിയിൽ ഞാൻ കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫായിരുന്നു, ഹൈലി ഇൻട്രോവേർട്ടായിരുന്നു. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ആളുകളോട് മിണ്ടൂല. ആ ടീമിന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഇപ്പോൾ ബസ്സിൽ ഇങ്ങനെ 3 പേര് ഇരിക്കുകയാണ്, ഇവളൊരു വായാടിയാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവളെ തോണ്ടി നിങ്ങൾ എവിടത്തേക്ക് പോകുന്നത്, എന്താ വിശേഷം, എന്താ ചെയ്യുന്നത്, ഇവൾ മിണ്ടാതിരുന്നാൽ പിന്നെയും തോണ്ടും, അല്ല നിങ്ങൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടാവും, ആരോടും സോഷ്യലൈസ് ചെയ്യുന്ന. രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ടാവും, മിണ്ടാതിരിക്കും. അഥവാ ചോദിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. ഞാൻ ആ ടൈപ്പായിരുന്നു, ആരോടും സോഷ്യലൈസ് ചെയ്യില്ല, പുറത്തിറങ്ങൂല. കാരണം എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ച അങ്ങനെ ഒരു സംഭവമുണ്ട്, എന്നെ ഇങ്ങനെ മുരടിപ്പിച്ച ഒരു ലൈഫുണ്ട് എനിക്ക്. ആ മുരടിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോഴും പറയാറുള്ള സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ സൈക്കോളജിയൊക്കെ പഠിച്ച് വന്നപ്പോൾ മനസ്സിലായത്, നിങ്ങൾക്കൊക്കെ ചൈൽഡ് ഈഗോ ഉണ്ടാവും. ചൈൽഡ് ഈഗോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ചൈൽഡ് ഈഗോ എന്താ? ചൈൽഡ് ഈഗോ കുട്ടിത്തം അല്ലേ? ഇപ്പോഴും നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് വിട്ടുവന്നിട്ട് കുറച്ച് കടല തന്നാൽ, മറ്റേ വറുത്തിട്ടുള്ള കടല തന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? കയ്യിലെടുക്കും. ഒരു ഫ്രീ ടൈം കിട്ടിയാൽ ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറത്താൻ നിങ്ങൾക്ക് തോന്നാറില്ലേ? തോന്നണോടോ, അത് വലിയ തെറ്റൊന്നുമില്ല. അതിനെ പറയുന്ന പേരാണ് ചൈൽഡ് ഈഗോ കേട്ടോ. ആ ഒരു നടന്നു പോകുന്ന വഴിക്ക് ഒരു ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നിലത്തുണ്ട്, അത് തട്ടി ഇങ്ങനെ പോരണ്ട. അതൊക്കെ ചെയ്യണമെന്നേ, അത് ചെയ്യേണ്ട സ്ഥലത്തേ ചെയ്യാവുള്ളൂ. ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ എന്നെ ഇവർ കാര്യമായിട്ട് ഞാൻ വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ വിശ്വാസമാർന്ന് സ്വീകരിക്കുന്നു, മറ്റോ ക്യാമറ പിടിക്കുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഒരു കടല ഇങ്ങനെ ഒന്ന് കഴിക്കാം. അവിടെ അല്ല ഞാനത് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ട സ്ഥലത്ത് എനിക്ക് ചെയ്യാം. ഞാൻ കടല ഇങ്ങനെ കുറിക്കുക പ്രശ്നമൊന്നുമില്ല, അത് വിഷയമൊന്നുമില്ല. പക്ഷേ അവിടെ അല്ല ചെയ്യേണ്ടത്, സ്ഥലം നോക്കണം മാത്രം. അപ്പോൾ ചൈൽഡ് ഈഗോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൈൽഡ് ഈഗോ. എൻ്റെ മോനക്ക് വേണ്ടി വാങ്ങിയ എല്ലാ ഗാഡ്ജറ്റ്സും ഏറ്റവും കൂടുതൽ കളിച്ചത് ഞാനാണ്. അപ്പോൾ ഈ കാറൊക്കെ എന്നുള്ള മണി കളിക്കുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തം സ്ഥലത്താകുമ്പോൾ, ഞാനും ഭാര്യയും മോനൊക്കെ ഉള്ള സ്ഥലത്ത് എനിക്കത് പ്രശ്നമല്ലല്ലോ. പക്ഷെ പിന്നീട് എപ്പോഴോ മനസ്സിലായത്, എൻ്റെ ഇന്നർ ചൈൽഡിൽ എനിക്ക് കുട്ടിക്കാലത്ത് ഈ സാധനം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും എനിക്കത് അങ്ങനെ ഹിഡനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോഴും, ഞങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊന്നും വന്നാൽ പറയില്ല, ഏതെങ്കിലും ഈ ടോയ്സിൻ്റെ ഷോപ്പിൽ ലുലു മാളിൽ ചെന്നിങ്ങനെ ചെല്ലുമ്പോൾ മുജീക്ക എന്ന് വിളിക്കാം. മുജീക്ക നിങ്ങൾക്ക് വേണം അത് കാറ്. ഒരു ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിച്ചത് നിങ്ങളോട് മാത്രം പറയാം. ഒരു ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിച്ചു തന്ന സാധനം എന്ന് പറഞ്ഞാൽ, റിമോട്ട് കൊണ്ട് കളിച്ചിട്ട് ഈ ചുമരിൽ തട്ടിയിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരുന്ന സാധനമല്ലേ, അത് പൊതിഞ്ഞ് കൊണ്ടുവന്നിരിക്കുക എനിക്ക്. പക്ഷെ ഞാൻ തമാശ പറയാലും ഞാൻ ഏറ്റവും ആസ്വദിച്ച അതാണ്. എനിക്ക് വേറൊന്നും തന്നിട്ട് കാര്യമില്ല, ഞാൻ കുറേ ദിവസം കളിച്ചുകൊണ്ടിരുന്നു. നിങ്ങളോട് മാത്രം പറയും, ഇതൊന്നും റെക്കോർഡ് ചെയ്യില്ല, ഇതൊന്നും ടി വിയിൽ വരില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ട് കളിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇന്നർ ഈഗോയിൽ ചൈൽഡ് ഈഗോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ കാലത്ത്, അതായത് ഒരു പിന്നെ ഈ ഫുട്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, വേറെ എന്തെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ഓഫാക്കൂടാ, ഞാൻ പറയാം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയാണ് ഞാൻ ലുഡോ കളിക്കാൻ പഠിച്ചിട്ട് ഞാൻ ജയിച്ചു. കാസർഗോഡ് രാത്രി അതിന് ശേഷം നമ്മളെ കൂടെയുള്ള ടീം ലുഡോ കളിക്കും, ഞാനും കളിക്കാൻ തുടങ്ങി. ആദ്യം ഇത് എങ്ങനെയാണ് വെട്ടൽ, എവിടെയാണ് എണ്ണാനൊക്കെ പഠിച്ചിട്ട് കളിച്ച്, അപ്പോൾ ഞാൻ ഭയങ്കര ഫോക്കസായിട്ട് പിന്നെ ബെസ്റ്റ് ഓഫ് 3 ഞാൻ ജയിക്കുകയൊക്കെ ചെയ്തോടാ ഭയങ്കര. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൈയടിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ അത്രയും ആസ്വദിക്കാൻ കഴിയും. ഏത് പ്രായത്തിൽ ഇതൊക്കെ കളിക്കാൻ ആസ്വദിക്കും. പക്ഷേ ഒരു കുട്ടി ആസ്വദിക്കാൻ ചെയ്യുന്നത് പോലെ ആസ്വദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കത് മിസ്സിങ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ യൂട്യൂബിൽ ഞാൻ പറഞ്ഞില്ല, എന്നെയും കൊണ്ട് നിങ്ങൾ പെടും. യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി, അതിന് നല്ല റീച്ചായി. അങ്ങനെ റീച്ച് വന്നപ്പോൾ എൻ്റെ ക്യാരക്ടർ, അതാണ് ഞാൻ പറഞ്ഞത്. ക്യാരക്ടർ ഞാനൊരു റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ആൾ. കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ നല്ല അധ്യാപകനാണ്, അത് പൊതുവെ അംഗീകരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്താൽ കുട്ടിക്ക് മനസ്സിലാവും. പക്ഷേ ഈ പറഞ്ഞ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ക്ലാസ്സിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഭയങ്കര മോശക്കാരനാണ്. അടിയാണ് അടി. എത്ര കുട്ടികൾ കിട്ടി. ഈ വലിയ കേസൊന്നും വരാത്ത കാലത്ത് കെമിസ്ട്രി ലാബിൽ എൻ്റെ അടി കിട്ടാത്ത ഒരൊറ്റ പെൺകുട്ടികളോ ഒറ്റ ആൺകുട്ടികളും ഇല്ല. കാരണം ഈ ആസിഡ് കൊണ്ടുള്ള കളിയാണ്. അവിടെ ഒന്നും തമാശ കളിക്കാൻ സമ്മതിക്കില്ല, വടിയെടുത്ത് പൊട്ടിക്കുക തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ അടിച്ചാൽ നമുക്ക് കിട്ടുന്നുള്ള കാലം വന്നപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം അതായിരുന്നില്ല. പാരൻസ് മീറ്റിങ്ങിന് രക്ഷിതാക്കൾ വരെ വന്നാൽ എന്താ പറയുക, എല്ലാം കൊടുത്തോ സാറേ നന്നാവട്ടെ എന്നാണ്. ഇപ്പോഴോ വടിയെടുത്തു എന്ന് പറഞ്ഞാൽ പാരൻസ് വരും. അതുകൊണ്ട് പിന്നെ അത് നിർത്തി. എന്തായാലും അതിൽ നിന്നൊരു ക്യാരക്ടർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്ത ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പം പിന്നെ ഇനി ചെയ്യേണ്ട വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമല്ലോ. അതിനുവേണ്ടിയുള്ള പഠനത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആർജിച്ചെടുക്കുന്നതിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് ലൈഫ് ചേഞ്ച്. അതായത് നാട്ടുകാർക്ക് ചേഞ്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത്
അപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസ് ഏതെങ്കിലും കണ്ടവർ എപ്പോഴെങ്കിലും ഒരെണ്ണെങ്കിലും കണ്ടവർ കൈമുക്കുക സബ്സ്ക്രൈബ് ചെയ്തോടെ ഞാൻ ചോദിക്കുന്നില്ല. കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ളവർ സമയം പോലെ ഒന്ന് കാണുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഒരു 10 സബ്സ്ക്രൈബർ ഒന്ന് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. എഡ്യൂക്കേഷൻ, മോട്ടിവേഷൻ, സൈക്കോളജി, ബോഡി ലാംഗ്വേജ്, കരിയർ ഗൈഡൻസ്, ഇങ്ങനെയുള്ള ആ ഒരു എഡ്യൂക്കേഷൻ ഡൊമൈനിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൈകാര്യം ചെയ്യുന്നതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സൈക്കോളജിക്കൽ കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ WHO കണക്കനുസരിച്ച് 25% പുതിയ കണക്ക് ഒരു റിപ്പോർട്ട് വായിച്ചു, 25% ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് അണ്ടർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. 25% ആളുകൾക്കും 100-ൽ 25 ആളുകൾക്കും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ്. നിങ്ങളിലും എനിക്കൊക്കെ ഉണ്ടാവും. ഓക്കെ. പണ്ട് ഫ്രോയിഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാനസിക രോഗി എന്നാണ്. നിങ്ങളും ഞാനൊക്കെ മാനസിക രോഗം. ആ നേരത്തെ പറഞ്ഞ ചൈൽഡ് ഈഗോ കൊണ്ട് കളിക്കുന്ന ഒരു തരം മാനസിക രോഗമാണ്. ആ അർത്ഥത്തിലല്ല, മെൻ്റലി ചലഞ്ചഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓവർ തിങ്കിങ് കൊണ്ട്, ടെൻഷൻ കൊണ്ട്, ഡിപ്രഷൻ കൊണ്ട്, അമിത ദേഷ്യം കൊണ്ട്, ഉറക്കമില്ലായ്മ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളിലേക്കാണ് നമ്മുടെ വീഡിയോ എത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഒരനുഭവം പറയാം. ഒരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് വീഡിയോകൾ പോകുന്നത്. എല്ലാ ദിവസവും വീഡിയോ ഇടും. അതൊക്കെ 200, 500, 1 മില്യൺ ഇങ്ങനെ വ്യൂസിൽ പോകും. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ പുരുഷ മനഃശാസ്ത്രം, സ്ത്രീ മനഃശാസ്ത്രം, മെയിൽ സൈക്കോളജി, ഫീമെയിൽ സൈക്കോളജി, ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിച്ചാൽ ഈ കുടുംബം, ദാമ്പത്യത്തിൽ, ഇതിൽ വിവാഹിതരുണ്ടാരെങ്കിലും ഉണ്ട്? വിവാഹിതർക്കറിയാം, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചങ്ങായിനെ നമുക്ക് കിട്ടുക. അതെ, ഉണ്ടാവും. അതങ്ങനെയാണ്. പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്ന, കുടുംബത്തെ നോക്കി കള്ളു കുടിക്കാതെ. റെഡ് കാർഡ് തിയറി നടക്കൂലേ? ഓ ഓക്കെ, അതൊക്കെ നടക്കും. ഫോക്കസ് ചെയ്ത് കിട്ടും, അതാണ് ലൈനടി. ഓക്കെ. അപ്പോൾ എന്തായാലും പക്ഷേ ദാമ്പത്യത്തിൽ കുറേ അധികം പറയാനുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അങ്ങനെ എന്താഗ്രഹിച്ചു. അപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ടാവും, ബുള്ളറ്റ് ഉണ്ടാവും. ആ ബുള്ളറ്റിൻ്റെ പുറകിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പോവുക എന്നൊക്കെയാണ്. ആ ചങ്ങായിക്ക് ബുള്ളറ്റേ ഇഷ്ടമുണ്ടാവില്ല. ആ ചങ്ങായി ബൈക്ക് തന്നെ വാങ്ങൂല. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് പിന്നെ ബൈക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടി. എന്നിട്ട് അവൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ബൈക്കുള്ള പിന്നെ കാറുള്ള ഒരാളുടെ കൂടെ ഇങ്ങനെ നല്ലൊരു BMW കാറ്, അതിലെനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുക, ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, ഒക്കെ ഈ സൈഡിലിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കും. ആ ചങ്ങായി പൈസ ഉണ്ടെങ്കിലും കാറ് വാങ്ങൂല. പിന്നെ ആ ബൈക്കിൻ്റെ ആളായിരിക്കും. ഓക്കെ, എല്ലാ അർത്ഥത്തിലും. പക്ഷേ ഒരു 10 ഇയേഴ്സ് ദാമ്പത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ പുതിയ തിയറി, 10 to 15 ഇയേഴ്സ് നിങ്ങൾ ജീവിച്ചവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ റൊമാൻസും യഥാർത്ഥ ഇഷ്ടവും യഥാർത്ഥ ലൈഫ് ആരംഭിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ലെവൽ അത് പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുതിയ കല്യാണം കഴിച്ച ആളുകൾ, പ്രത്യേകിച്ച് പുതിയതല്ല പഴയ നമ്മുടെ കുപ്പന്മാരുടെ ആ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എങ്ങനെയാണ് പോവുക? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ഇറങ്ങടി എന്നൊക്കെ ഭർത്താവ് പറയും. ഇയാൾ ഒറ്റ നടത്തം. അതിൻ്റെ പുറകിൽ ഈ ഭാര്യയ്ക്ക് നടന്നെത്തേയില്ല. അങ്ങനെ നിങ്ങളും നിൽക്കി എന്നൊക്കെ പറയും. ഇയാൾ ഇനി വേം വാ എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ നമ്മുടെ പേസ് കൂടുതലാണ്, സ്പീഡ് കൂടുതലാണ്. അത്രയും സ്പീഡിൽ പെണ്ണിന് വരാൻ കഴിയില്ല. അപ്പോൾ ഇനി എന്താ അതിന് പരിഹാരമുള്ളത്? ഞാൻ അവിടെ ഫുൾ ടൈം നിന്നിട്ട് അവൾ വരുന്നവരെ കാത്തുക്കലാണോ പരിഹാരം? അതല്ല ഞാൻ അതേ സ്പീഡിൽ പോകുന്ന അതേ സ്പീഡിൽ ഓടി ഇവൾ വരലാണോ പരിഹാരം? എന്താ പരിഹാരം അതിന്? ഞാനൊരിത്തിരി പേസ് കുറക്കുക, അവളൊരിത്തിരി സ്പേസ് കൂട്ടുകയും ചെയ്യാം. അവൾ ആ പഴയ നടത്തണ്ടല്ലോ, ഉരുണ്ട് മെല്ലെ നടക്കുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കി അവളൊന്ന് സ്പീഡ് കൂട്ടുക. ഞാൻ എന്ത് ചെയ്യുക? ആ സ്പീഡിൽ പോകുന്നൊന്ന് കുറക്കുക. അപ്പം മിഡിൽ ആ പേസ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അതിനെടുക്കുന്ന ടൈമാണ് ഞാനീ പറഞ്ഞ 10 ഇയേഴ്സ്. നടത്തത്തിൻ്റെ പേസ് അല്ല, ചിന്തകളിൽ, ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു 10 ഇയേഴ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ പേസ് അഡ്ജസ്റ്റ് ആവും. പിന്നെ മനോഹരമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ ഫീമെയിൽ സൈക്കോളജി ആൻഡ് മെയിൽ സൈക്കോളജി ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കും. അന്നത്തെ എൻ്റെ ഒരു എനിക്ക് ബിഷർ സാറിന് അറിയാം, ഒരു 100-ലധികം ഗ്രൂപ്പുകൾ, 10-30,000 നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി സ്റ്റാഫിനെ വെച്ചിട്ടാണ് മെസ്സേജ് ക്ലിയർ ചെയ്യുക, അത്രയും. അപ്പോൾ അങ്ങനെ വരുന്ന മെസ്സേജുകളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചാണ് പറഞ്ഞത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മോൻ മെസ്സേജ് അയക്കാണ്. അപ്പനും അമ്മയും ഇരുന്നിട്ട് TV-യിൽ എൻ്റെ വീഡിയോ കാണുന്ന ഫോട്ടോ ബാക്കിൽ നിന്ന് അയച്ചു തന്നു. അപ്പോൾ ഞാൻ തമ്പിട്ട് കൊടുത്തു. എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. ആ തമ്പിട്ടതിന് ശേഷം മോൻ വിശദീകരിച്ച് അമ്മ സംസാരിച്ച് വരുന്നത് ഇന്നും ഓർത്ത് വെക്കുന്ന ഏറ്റവും മനോഹരമാണ്. കാര്യം മറ്റൊന്നുമല്ല, ഈ അച്ഛനും അമ്മയും പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയില്ല. ഡിവോഴ്സിൻ്റെ വക്കിൽ രണ്ടുപേരും പിണങ്ങിയിട്ട് രണ്ട് വീട്ടിൽ പോയിരിക്കണം. ഫോൺ ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും പനിയാണെന്നുള്ളൊരു മെസ്സേജ് അയക്കും, അതിന് മരുന്ന് വാങ്ങിച്ചാൽ മതി, അതിന് പേയ്മെൻറ്റ് ചെയ്യുക. അതായത് ദാമ്പത്യത്തിലാണോ എന്ന് വെച്ചാൽ മിണ്ടാത്തൊരു അങ്ങനത്തെ ഒരു പിണക്കല്ലേ. ചെറിയ സൗന്ദര്യ പിണക്കത്തിൻ്റെ കുറച്ചുകൂടെ എക്സ്ട്രീം, തിരിച്ചു വരാൻ സാധ്യത കുറവുള്ള
പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ലെവലിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സ്ത്രീ എന്ത് കാണുന്നു വെച്ചാൽ പുരുഷ മനഃശാസ്ത്രം എന്നുള്ള എൻ്റെ വീഡിയോ കാണുന്നു. അത് മുഴുവൻ കേട്ടപ്പോൾ ഇവൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ കെട്ടിയവൻ പ്രശ്നക്കാരനല്ല, അയാളുടെ ക്യാരക്ടർ അങ്ങനെ ആയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അയാൾ പുരുഷനായതാണ്. പുരുഷന് ചിലത് ഇങ്ങനെ പറ്റും, മൾട്ടി ഫോക്കസ്. പുരുഷൻ രാവിലെ ഇപ്പം ഞാനിരുന്ന് പത്രം വായിക്കുകയാണ്, പത്രം വായിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് നിങ്ങൾ പിന്നെ മറ്റേ അത് ഇവിടെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാനത് കേട്ടിട്ടേ ഉണ്ടാവില്ല. ഞാൻ പത്രം വായിച്ചാൽ എൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോക്സാണ്. പത്രം വായിക്കുമ്പോൾ പത്രം, സംസാരിക്കുമ്പോൾ സംസാരം, ചായ കുടിക്കുമ്പോൾ ചായ കുടി, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളൊരു വലിയ ബോക്സിനകത്ത് എല്ലാ കുഞ്ഞു ബോക്സും കൂടെ ഒരുമിച്ചാണ്, നിങ്ങൾക്കെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെയല്ല. അപ്പോൾ ഇത് മുതൽ ആ സ്ത്രീക്ക് അയാളുടെ ഭർത്താവിൽ കണ്ട എല്ലാ കുറ്റത്തിനും കാരണം അയാളല്ല, അയാളുടെ ഹോർമോൺസാണ്, അയാളുടെ സൈക്കോളജിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവരുടെ ഉള്ളിൽ അപ്പം തന്നെ ഒരു ഫോർഗീവ്നെസ് വന്നു, അയാളോട് അതൊന്നും പറയേണ്ടിയില്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആ വീഡിയോ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു? ഭർത്താവിന്. ഭാര്യയെ കണ്ടിട്ട് ഭർത്താവിന്, വെറുതെ പുരുഷ മനഃശാസ്ത്രം. അയാളത് കണ്ടു, അയാൾക്കതിൽ കൗതുകമൊന്നുമില്ല, കാരണം ആ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്, പുരുഷൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈ സജഷൻ ഫീഡിൽ അടുത്തത് വരും. എന്താ വരുന്നത് വെച്ചാൽ സ്ത്രീ മനഃശാസ്ത്രം. അത് അയാൾ കണ്ടപ്പോൾ അയാൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, എൻ്റെ പെണ്ണ് നല്ല പെണ്ണാണ്, അവളുടെ കുറ്റമല്ല അവൾ ഇങ്ങനെ പെരുമാറുന്നത്. ഈ വീഡിയോയിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ട്, അതായത് ഒരു മൂന്നാമതൊരാൾ കൗൺസിലിങ്ങിനില്ലാതെ ഇവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ അയാൾ ആ വീഡിയോ കണ്ടതിന് ശേഷം സ്ത്രീ മനഃശാസ്ത്രം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവർ തന്നെ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ്. അല്ല, ഞാൻ അന്ന് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ശരിക്കും ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആണായതുകൊണ്ടല്ലേ അങ്ങനെ. അപ്പോൾ അയാളുടെ മറുപടി, അല്ല ശരിയാട്ടോ, ഞാൻ അന്ന് നിന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞില്ല, അങ്ങനെ തല്ലാൻ നോക്കിയില്ല, അത് നീ ഇങ്ങനെ ചെയ്തപ്പോഴല്ലേ ഇപ്പം എനിക്ക് മനസ്സിലായത് നീ പെണ്ണായതുകൊണ്ടാണ്. മതി, കൗൺസിലിംഗ് നടന്നോടെ. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, പിറ്റേ ദിവസം അവർ വീട്ടിൽ വരുന്നു, എന്നിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, വീഡിയോ കാണുന്നു. അങ്ങനെ കാണുന്ന ഫോട്ടോ ആണ് മോൻ അയച്ചു തരുന്നത്. ഇവരെ യുണൈറ്റ് ചെയ്തത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതെനിക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. കുറേ ഇൻസിഡൻറ്റ്. അപ്പം നമുക്ക് ശരിക്കും നമ്മൾ തുടങ്ങുമ്പോൾ ഇതിനൊക്കെ വരുമാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും. പക്ഷെ ആ വരുമാനം ശരിക്കും എനിക്ക് ആദ്യം ഫോക്കസ്ഡ് അല്ല. 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈം ഉണ്ടെങ്കിൽ പൈസ കിട്ടും. പക്ഷെ ഞാൻ മോണറ്റൈസേഷൻ എനേബിൾ ചെയ്ത് 25,000 സബ്സ്ക്രൈബേഴ്സിന് ശേഷമാണ്. എനിക്ക് അതിനെക്കുറിച്ചായിരുന്നില്ല ചിന്ത, വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള. പലരും ഉപദേശിച്ചപ്പോഴാണ് ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് മോണറ്റൈസേഷൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വരുമാനം എന്തുണ്ടായി എന്നതിനേക്കാൾ എത്രയോ വലുതായിട്ട് ഞാൻ കാണുന്നത് ഒരുപാട് ആളുകളെ ടച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ ലൈഫിനെ ടച്ച് ചെയ്യാൻ പറ്റി, ലൈഫ് ചേഞ്ച്. ഞാൻ കഴിഞ്ഞ ദിവസം ഒറ്റ ഇൻസിഡൻറ്റ് കൂടെ പറഞ്ഞോട്ടെ, അതെൻ്റെ സന്തോഷം. ഇതൊരു തള്ളായിട്ടൊക്കെ തോന്നും, അത് നിങ്ങൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു സുഖം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണേൽ പുറത്തിറങ്ങിയിട്ട് എന്ത് തള്ളാടോ അയാൾ എന്ന് വേണേൽ പറയാം, അതല്ല റിയാലിറ്റി ആണെന്ന് ഉൾക്കൊള്ളാം. എടപ്പള്ളിയിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഓഫീസിൻ്റെ അവിടെ നിന്ന് നടന്ന് പോകുന്നിടത്ത് നാടൻ ബിരിയാണി എന്ന് എഴുതിയ, മലബാർ ബിരിയാണി എന്ന് എഴുതിയ ബിരിയാണി കാണും. എനിക്ക് പൊതുവെ ഒരു ബിരിയാണി ഇഷ്ടമാണ്. അങ്ങനെ ഞാനും വൈഫും മോനൊക്കെ കൂടെ ഉണ്ട്. അന്ന് വേറെന്തോ ഒരു ലീവ്, ഞായറാഴ്ച അങ്ങോട്ടാണ്. അപ്പം ലുലുവിലേക്ക് ഇങ്ങനെ യൂട്ടേണെടുത്ത് വരണം, അതിന് മുമ്പും ഭക്ഷണം കഴിക്കാൻ നന്നായി ബിരിയാണി എന്ന് കാണുന്നു. വണ്ടി അവിടെ സൈഡാക്കി അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ കൗണ്ടറിലിരിക്കുന്ന ഒരു കണ്ണൂർക്കാരൻ, അയാൾ എന്നെ തല്ലാൻ വരുന്നത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരൊറ്റ സാറേ എന്നുള്ളൊരു വരവാണ്. ഞാനാകെ ഇയാൾ ആരാ എന്താന്ന് മനസ്സിലായില്ല. ഇയാൾ അവിടെ പിടിച്ചു വെച്ചിട്ട് 2 മിനിറ്റ് സംസാരിച്ചു. ആ സംസാരിച്ചത് ഇതേപോലെ എനിക്ക് സന്തോഷം തോന്നിയ കാര്യമാണ്. അതെനിക്ക് സന്തോഷം കൂടുണ്ട്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ സത്യത്തിൽ നമ്മുടെ നിങ്ങളൊക്കെ ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഫാൻ ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായിരിക്കും. നിങ്ങളെ ഇതുവരെ അറിയാത്ത ആളായിരിക്കും നിങ്ങളുടെ ഫാൻസ്. കുടുംബത്തിൽ, നാട്ടിൽ, ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഇതിലൊന്നും ഫാൻസും ഉണ്ടാവില്ല. മാറി നിന്നിട്ട് ഓൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലാണ്, ഭാര്യയാണെങ്കിലും മോനാണെങ്കിലും അടക്കം നമ്മുടെ വീഡിയോസിലൊന്നും വലിയ അതിങ്ങനെ വെറുതെ ഒരു പരിപാടി ചെയ്യുന്നു, അതിലെന്തോ പൈസ കിട്ടുന്നു, ആ രീതിയിൽ മാത്രം കാണുമ്പോൾ ഇവർ കേൾക്കുന്നത് ഇയാൾ പറയാണ്, സാറേ ഞാൻ കൊറോണ സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ്, 1 രൂപ എൻ്റെ കയ്യിലില്ല, എനിക്ക് ജീവിതത്തിൽ വലിയ ആളാവണമെന്ന് ആഗ്രഹം, ഒരു ബുള്ളറ്റ് വാങ്ങണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്താലും പരാജയപ്പെടുന്നു. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടു, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യേണ്ട 6 കാര്യങ്ങൾ 7 കാര്യങ്ങൾ അങ്ങനെ എന്തോ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ഓർക്കുക, ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇതൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ. അപ്പോൾ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട 6 കാര്യങ്ങൾ അത് ഇത്ര ദിവസം തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്താൽ രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അയാൾ അത് മാത്രം കണ്ടു, ആ വീഡിയോ. പിന്നെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നു. ഞാൻ അത് അന്നും ഇന്നും ഫോളോ ചെയ്യുന്നു. അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കള്ളുകൂടി നിർത്തി. അതിനുശേഷം ഞാൻ കണ്ണൂർ ഒരു ബിരിയാണി കട ഇട്ടു, അത് സക്സസ് ആയി. ഇന്ന് എനിക്ക് 15 ഷോപ്പുണ്ട്. ഞാൻ വേറൊന്നും വാങ്ങിച്ചില്ല, ബുള്ളറ്റ് വാങ്ങി. അതാ കിടക്കുന്നു സാറേ ബുള്ളറ്റ്, അത് നിങ്ങളെ വീഡിയോൻ്റെ ബുള്ളറ്റാണ്. ഒരാൾക്ക് സന്തോഷിക്കാൻ ഇതിനപ്പുറം വേണം.
ആളുടെ ആ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും നമുക്കിങ്ങനെ കാണാം, ശരിക്കും കാണാം. അങ്ങനെ എന്തൊക്കെയോ ആവാണ്. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ക്യാഷ് ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു ബിസിനസ് വേറെ ക്യാഷ് വേറെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നിട്ട് ആ 3 പേര് ഭക്ഷണത്തിന് ക്യാഷ് ഒന്നും വാങ്ങിച്ചില്ല. അനുഭവങ്ങൾ അങ്ങനെ പലതും ഉണ്ടെന്നുള്ളതാണ്. സോ ഈ നേരത്തെ റഫീഖ് സാർ ഭയങ്കര തള്ളലൊരു തള്ളി സ്കില്ലേജ് ബിഫോർ മുജീബ് സാർ സെൻട്രി ആൻഡ് ആഫ്റ്റർ മുജീബ് സാർ സെൻട്രി ഭയങ്കര തള്ളാണ്. അങ്ങനെയില്ല. പകരം എനിക്ക് പറയാം മൈ ലൈഫ് ബിഫോർ യൂട്യൂബ് ആൻഡ് ആഫ്റ്റർ യൂട്യൂബ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഒന്ന് ഡാർക്കാണ്, ഒന്ന് ബ്രൈറ്റ് ആണ്. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം സത്യത്തിൽ ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവൽ, ഞാൻ ഒരു വണ്ടിപ്രാന്തനാണ്, ബിഷറിനറിയാം. ഇപ്പം ഇവിടെ പറയുമ്പോൾ അതൊരു തള്ളാണ്. എന്നാലും ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം ഫ്രഷ് അല്ല, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എനിക്ക് എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കണം, അത് ഉപയോഗിക്കണം, അങ്ങനെ ആഗ്രഹമുള്ള ആളാണ്. എൻ്റെ കയ്യിൽ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ആൾട്ടോ ആണ്. ആൾട്ടോ ഉള്ള ആളാണ് എന്താഗ്രഹിക്കുന്നത്, ഒരു BMW കിട്ടിയിരുന്നെങ്കിൽ. ആൾട്ടോന് 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് ആൾട്ടോ കിട്ടുമ്പോൾ BMW സെക്കൻഡ് ഹാൻഡ് തന്നെ 50 ലക്ഷം രൂപ വേണം ഒരു വൃത്തിയുള്ള സെക്കൻഡ് ഹാൻഡ് കിട്ടണമെങ്കിൽ. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ശരിക്കും നേരത്തെ പറഞ്ഞ റെഡ് കാർ തിയറിയാണ്. ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ ഒരു കാറ് കിട്ടി. ഇതാണ് നമ്മളെ ബ്രെയിൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. 2018 യൂട്യൂബ് തുടങ്ങി 20-21 ഇടയിൽ ഞാൻ ആദ്യമായിട്ട്, ബിഷറിനറിയാം, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഒരു 5 സീരീസാണ്. ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചാൽ ഏറ്റവും മനോഹരമായ കാർ, ഇങ്ങനെ ഒഴുകി നടക്കുന്ന സാധനമാണ്. BMW 5 സീരീസ് വാങ്ങിച്ചു. കഴിഞ്ഞ ഒരു വർഷം ഈ വണ്ടി എനിക്ക് തരുന്ന ആൾ, ഇവിടെ വയനാട്ടിൽ ഒരാളുണ്ട്, മാറി വണ്ടി തരുന്ന ആളുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വണ്ടി ആവറേജ് മന്ത്ലി ഒരു വണ്ടി മാറ്റി ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് വലിയ സാമ്പത്തിക ചിലവില്ല. ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 50 ലക്ഷം രൂപ കൊടുത്തൊരു കാർ വാങ്ങിച്ചു, അതൊരു മാസം ഉപയോഗിച്ച് ഒരു മടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്താ പറയണ്ട, ഇല്ല വേറെ വണ്ടി തരുന്നു, അതേ ക്യാഷിന് അങ്ങനെ മാറി ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്നു, വീട് വെക്കുന്നു, അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു, നമ്മൾ ബ്രൈറ്റായിട്ട് മാറുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, 0ക്കും 1ലും ഡിഫറൻസ് പറഞ്ഞില്ലേ. 0ക്കും 1ലും 0-1ലേക്ക് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് കയറി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വിജയിക്കാനുള്ള സാധ്യതകൾ ഫുൾ ആർക്കും, പരാജയപ്പെടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇത്തിരി വിജയിച്ചപ്പോൾ പിന്നെന്താ സംഭവിക്കും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും ആലോചിക്കുക, ആ ഒരു തിയറി മനസ്സിലാലോചിച്ചോ. വിജയിക്കാൻ ഒരു ഇത്തിരി അവസരം കിട്ടിയാൽ, ഇപ്പോൾ എൻ്റെ ലൈഫിലേക്ക് എടുത്ത 50-50 പറയാം, പരാജയപ്പെടാൻ 50% ചാൻസ് എനിക്കുണ്ട്. പക്ഷെ ഫോക്കസ് ചെയ്താൽ ഇനിയും വിജയിക്കാൻ 50% ഉണ്ട്. ഇനിയും ഞാൻ കുറച്ചുകൂടെ വളരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, എനിക്ക് വിജയിക്കാനുള്ള സാധ്യത 75%, പരാജയപ്പെടാനുള്ള സാധ്യത 25 ആകും. വീണ്ടും ഞാൻ ഫോക്കസ് ചെയ്ത് പോയാൽ അത് 90. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ, അവരെന്ത് ചെയ്താലും പരാജയപ്പെടില്ല. കാരണം പരാജയപ്പെടാനുള്ള സാധ്യതകൾ കുറച്ച് കൊണ്ടുവരികയാണ്. ചില ആളുകൾ തൊട്ടതെല്ലാം നശിച്ചു പോകുന്നില്ലേ, അവർക്ക് വിജയിക്കാനുള്ള സാധ്യതയേക്കാൾ പരാജയപ്പെടാനുള്ള സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിന് മുമ്പും ശേഷവും എന്ന് പറയുന്നത് രണ്ടും 2 തരം ലൈഫാണ്. സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പും സോഷ്യൽ മീഡിയയ്ക്ക് ശേഷവും എന്ന് പറയുന്നത് ലൈഫ് എൻ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ.